ഷാഫി പറമ്പിലിന് വലിയ ഒരു ആരാധക വൃന്ദമുണ്ട്, വലിയൊരു ഫാൻസ് ഗ്രൂപ്പ് കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനായി വരുന്നത് തീർച്ചയായും പാർട്ടിക്ക് ഗുണകരമാകും എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിന് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിന് വെറും മുസ്ലിം വോട്ട് കിട്ടിയോണ്ടാണ് അദ്ദേഹം തുടർച്ച MLA ആയിരുന്നു അല്ലല്ലോ. വടകരയിലും അദ്ദേഹം വെറും മുസ്ലിം വോട്ട് കൊണ്ട് മാത്രം ജയിച്ച ആളല്ല. കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന് വലിയ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അത് അദ്ദേഹം മുസ്ലിം എന്നുള്ള രീതിയിലല്ല ആളുകളെ കാണുന്നത്. ഇപ്പോൾ വടകരയിൽ മത്സരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഏറ്റവും വലിയ മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ കാഫിർ ഷോട്ട് പ്രചരിപ്പിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ആളുകൾ തള്ളിക്കളഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും നല്ല സ്വീകാര്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ എന്നാണ്. രാഷിദ് നമസ്കാരം. നമസ്കാരം രാഷിദ്, ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ച് ഒരാൾക്കും, ഒരു കോൺഗ്രസ് നേതാവിന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഈ 4 പേരുടെ മനസ്സിൽ മാത്രമാണ് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. എങ്കിലും നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നതും രാഷ്ട്രീയ ചുറ്റുപാടുകൾ വിലയിരുത്തുന്ന സമയത്തും വളരെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ MP പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തും മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുവശം ഇതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുസ്ലിം മൈനോറിറ്റിയാണ് VD സതീശനെ പിന്തുണയ്ക്കുന്നത് എന്ന രീതിയിലുള്ളൊരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പുകളാണ് VD സതീശനെ ബാക്കപ്പ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ആരെങ്കിലും ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാവുകയും ഷാഫി പറമ്പിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന ഒരു പുതിയ ഫോർമുലയാണ് ഏറ്റവും ഒടുവിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രാവശ്യത്തെ മന്ത്രിസഭയിൽ ഒരുപാട് ക്രിസ്ത്യൻ മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ മുസ്ലിം മൈനോറിറ്റിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രാധാന്യവും കൂടിയാകും ഈ KPCC പ്രസിഡന്റ് സ്ഥാനം എന്നുള്ള വിലയിരുത്തലുകളിലേക്കാണ് ഈ അവസാന നിമിഷം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, KPCC അധ്യക്ഷനാകാൻ വളരെ യോഗ്യം തന്നെയാണ് ഷാഫി പറമ്പിൽ എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, അതേപോലെ തന്നെ വളരെ ചടുലമായി പ്രവർത്തിക്കുന്ന ആളാണ്. വളരെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഓടിച്ചാടി ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഒരു യുവ നേതാവ് പ്രധാനമായും ഷാഫി പറമ്പിൽ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കൂടി പ്രചരണം നടത്തേണ്ട പ്രചരണ പരിപാടികൾ പോലും ഷാഫി ഒറ്റയ്ക്ക് നടത്തി എന്നുള്ളൊരു നിരീക്ഷണമാണ് ഉള്ളത്. മാത്രമല്ല, ഷാഫി പറമ്പിലിന് വലിയ ഒരു ആരാധക വൃന്ദമുണ്ട്, വലിയൊരു ഫാൻസ് ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനായി വരുന്നത് തീർച്ചയായും പാർട്ടിക്ക് ഗുണകരമാകും എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ഇപ്പം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചിട്ട് ഇപ്പോഴും വളരെ ദുരൂഹമായി തുടരുകയാണ്. ഈ ഒരിക്കലും സസ്പെൻസ് തീരുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഡൽഹിയിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു. ഇപ്പം ഇന്ന് ചർച്ച നടക്കുന്നില്ല. കാരണം ഇന്ന് രാഹുൽ ഗാന്ധി വിജയിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചടങ്ങിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി കൂടി ഇന്നത്തെ വേറൊരു കാര്യമാണ് ഞാൻ ചോദിച്ചിട്ട് നമ്മൾ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ചർച്ച ചെയ്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആന്റോ ആന്റണിയുടെ പേരാണ് ഉയർന്നു വന്നിരുന്നത്. പക്ഷേ അന്ന് സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് ആന്റോ ആന്റണിക്കെതിരെ പ്രതികരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആന്റോ ആന്റണിക്ക് KPCC പ്രസിഡന്റ് ആകാൻ സാധിക്കാതെ വരികയും അപ്രതീക്ഷിതമായിട്ട് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതും. ആദ്യമൊക്കെ സണ്ണി ജോസഫിന്റെ പ്രകടനമൊക്കെ നല്ല മികച്ചതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും മികച്ച പ്രകടനമായിരുന്നില്ല അവസ്ഥ നമുക്കറിയാം. ഇപ്രാവശ്യം പ്രധാനമായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ബെന്നി ബെഹനാന്റെ MP പേര്, ചാലക്കുടി MP ആയിട്ടുള്ള ബെന്നി ബെഹനാൻ KPCC അധ്യക്ഷനായിട്ട് വരും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസിലേക്ക് ഷാഫി പറമ്പിൽ വരുമ്പോൾ അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോകുമോ? അല്ല, അങ്ങനെ നോക്കാണ്ടില്ല. കാരണം ഇപ്പം ശരിക്കും കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും അത്യാവശ്യം വേണ്ടെന്നുള്ള ഒരു തലമുറ മാറ്റം അനിവാര്യമാണ്. ഇപ്പം ആന്റോ ആന്റണി ആയാലും ശരി, ഇപ്പം അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ ആയാലൊക്കെ ശരി എന്ന് പറഞ്ഞാൽ അവരൊക്കെ പഴയ തലമുറയുടെ ആളുകളാണ്. ഇപ്പം ശരിക്കും ഒരു പുതുതലമുറ കേരളത്തിൻ്റെ കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടി മുന്നോട്ട് എത്തുകയാണെങ്കിൽ തീർച്ചയായും അത് കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയൊരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന് വലിയ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അത് അദ്ദേഹം മുസ്ലിം എന്നുള്ള രീതിയിലല്ല ആളുകളെ കാണുന്നത്. ഇപ്പോൾ വടകരയിൽ മത്സരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഏറ്റവും വലിയ മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ കാഫിർ ഷോട്ട് പ്രചരിപ്പിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ആളുകൾ തള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള സ്വീകാര്യത ലഭിക്കാൻ ഈ ഷാഫി പറമ്പിലിന്റെ ഒരു വരവ് ശരിക്കും ഗുണകരമാകും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ഷാഫി പറമ്പിലിന്റെ വർഗീയ ശക്തികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആരോപണങ്ങളും ആരോപണം ആരുടെ പേരിലും ഉന്നയിക്കാമല്ലോ, ആരുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം. അതുകൊണ്ട് ആരോപണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇപ്പം യുവ നേതാക്കന്മാരെ മുന്നോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയുന്നത്
ഞാൻ ഒറ്റ കാര്യം ചോദിക്കും. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ പാലക്കാട് തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ, പാലക്കാടിൽ MLA ആയിട്ട് തന്നെ തുടരുകയായിരുന്നു, തീർച്ചയായും അദ്ദേഹം ഒരു നല്ല ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായി മാറുമായിരുന്നു. നല്ല വകുപ്പല്ല, ഈ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പ്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ ശരിക്കും വളർന്നു വരുന്ന നേതാക്കന്മാരിൽ വളരെ ശ്രദ്ധേയനാണ് എന്നുള്ളത് തന്നെ നമ്മളിൽ കാണേണ്ടത്. അദ്ദേഹം MP എന്നുള്ള രീതിയിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷാഫിയുടെ വരവിനെ അങ്ങനെ കാണുന്നില്ല. പിന്നെ ഈ കനകോലുവിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാൾ KPCC അധ്യക്ഷനാവണം എന്നുള്ള നിർദ്ദേശം കനകോലുവാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായ വലിയൊരു രീതിയിലുള്ള തിരിച്ചടിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ UDF നിന്ന് അകന്നുപോയി എന്നതാണ്. ഇത്തവണത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായി UDF-ലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. നമ്മളത് കാണാതിരിക്കാൻ പറ്റും. അത് കാസ വഴിയായിട്ട് BJPയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞോടുകൂടി നേരെ അത് UDF-ലേക്ക് വന്നു. അപ്പോൾ രക്തത്തെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് UDF-ലേക്കാണ് ഞങ്ങൾ വരേണ്ടതെന്നും അല്ലാത്ത തരത്തിലുള്ള യാത്രകളല്ല. ഇപ്പം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതായത് കേരള കോൺഗ്രസ് M വളരെ മത്സരിച്ച 12 സീറ്റുകളിലും തിരിച്ചടി കിട്ടിയ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ 99% പ്രവർത്തകരും എന്ന് പറയുന്നത് UDF മൈൻഡുള്ളവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു തവണ അവർ തിരിച്ചൊരു തീരുമാനം എടുത്തു. ആ സമയത്ത് 5 സീറ്റൊക്കെ കിട്ടിയ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ആ 5 വർഷക്കാലമാണ് യഥാർത്ഥത്തിൽ ഈ UDF-ലല്ലാത്ത ഒരു രീതി എന്തായിരിക്കും എന്ന് അവർ തിരിച്ചറിയുന്നത്. അതിന് മുന്നേ അവർക്കറിയില്ല UDF-ലല്ലാതിരിക്കുമ്പോൾ എന്തായിരിക്കും. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം UDF-ന്റെ ഭാഗമല്ലാതിരുന്നപ്പോഴാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലായത് ഇവർ കർഷകരുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അപ്പോൾ കർഷക തൊഴിലാളികളുടെ പാർട്ടിയാണെന്നൊക്കെ പണ്ട് പറയും, അല്ലെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണെന്നൊക്കെ പണ്ട് പറയുമെങ്കിൽ പോലും CPM-ന്റെ കോർപ്പറേറ്റ് വൽക്കരണത്തോടുകൂടി യഥാർത്ഥത്തിൽ കർഷകരുടെ ഭാഗത്ത് നിൽക്കുന്നതല്ല, കർഷക തൊഴിലാളികളുടെ ഭാഗത്ത് നിൽക്കുന്ന പാർട്ടിയല്ല എന്ന് UDF പ്രവർത്തകർ, അല്ലെങ്കിൽ പണ്ട് UDF-ന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചറിവുണ്ടാവുകയും അവർ പൂർണ്ണമായി UDF-ലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇതിന് യഥാർത്ഥത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പിന്നെ കത്തോലിക്കൻ വന്നതിൻ്റെയൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാന്ന് നമുക്ക് ഇപ്പോൾ എങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പം കുറച്ച് അധികം കത്തോലിക്കർ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആളുകൾ ഈ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും അതിനെ അങ്ങനെ കാണേണ്ടതില്ല, ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫി പറമ്പിൽ KPCCയുടെ അധ്യക്ഷനായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയങ്ങളൊക്കെ ഒരു നിഴൽ പോലെ അദ്ദേഹത്തെ പിന്തുടരും എന്നുള്ളൊരു വസ്തുതയാണ്. തീർച്ചയായും. എങ്കിൽ തന്നെയും ഇതിനകത്ത് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ജനവികാരമാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കാരണം എനിക്ക് തോന്നുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയായിട്ടാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷാഫി പറമ്പിൽ പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണോ? അല്ല, ഷാഫി പറമ്പിൽ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് KPCC അധ്യക്ഷനായി വരാൻ പാടില്ലെന്നും പറയാം. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നു മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ എന്നൊക്കെ പറയുന്നല്ല, അദ്ദേഹത്തിന് എല്ലാ വിഭാഗത്തിലെ ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പം പാലക്കാട് അദ്ദേഹത്തിന് വെറും മുസ്ലിം വോട്ട് കിട്ടിയോണ്ടാണ് അദ്ദേഹം തുടർച്ച MLA ആയിരുന്നു? അല്ലല്ലോ. വടകരയിലും അദ്ദേഹം വെറും മുസ്ലിം വോട്ട് കൊണ്ട് മാത്രം ജയിച്ച ആളല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും നല്ല സ്വീകാര്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ എന്നാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ നമ്മളങ്ങനെ ചെറുതായി കാണേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നത്. പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളായാലും മുസ്ലിം, ഇപ്പം കഴിഞ്ഞ തവണ പിന്നെ MM ഹസൻ KPCC അധ്യക്ഷനായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം മുസ്ലിം മൈനോറിറ്റിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ആദ്യ പരിഗണനയും ഷാഫി പറമ്പിലിന്റെ വരവ് യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അതുപോലെ തന്നെ VM സുധീരൻ, അത് കഴിഞ്ഞിട്ട് പിന്നീട് K സുധാകരൻ, ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ മട്ടിലായിരുന്നു. പാർട്ടി സംഘടനാ സംവിധാനങ്ങളൊക്കെ ഏറ്റവും ഡെഡായി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഏറ്റവും പഴഞ്ചൻ ആശയങ്ങളും അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരുമ്പോഴാണ്. കുറച്ച് ചടുലമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകൾക്ക് തന്നെ വരട്ടെ എന്ന്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചടുലമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചത് യുവാക്കൾ തന്നെ ഇതിന്റെ ഭാരവാഹികളൊക്കെ ആയി വന്നപ്പോഴാണ്. ഇപ്പൊ AK ആന്റണി 38ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ടില്ലേ. ഇപ്പൊ എന്താണ് അങ്ങനെ ഒരാളെ കുറിച്ച് പോലും ആലോചിക്കാൻ പറ്റാത്തത്? കുറെ നേതാക്കന്മാർ വന്നു, പിന്നെ യുവാക്കളെ ആരും ഇങ്ങോട്ട് അടുപ്പിക്കില്ല. കോൺഗ്രസിന് നല്ല നല്ല പ്രാപ്തിയുള്ള കുറേ യുവ നേതാക്കന്മാരുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ജൻസി യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ യുവാക്കളെ കൂടുതൽ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും വരും കാലത്ത് കോൺഗ്രസിന് കുറച്ചുകൂടി മുതൽക്കൂട്ടാവാനൊക്കെ ആവാൻ വേണ്ടിയിട്ട് യുവാക്കൾ തന്നെ ഈ നേതൃസ്ഥാനത്തേക്ക് വരണം. അതിന് ഏറ്റവും പ്രാപ്തനായ ആൾ എൻ്റെ കുറേ ആൾക്കാരുണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ അവരൊക്കെ MLA-മാരൊക്കെ ആയി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രിയൊന്നും ആവാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ KPCC അധ്യക്ഷനാക്കി കൊണ്ടുവന്ന്
ഈ കേരളത്തിലെ പിന്നെ ഭരണ സംവിധാനത്തെ മറ്റ് പാർട്ടിയെയൊക്കെ നല്ല രീതിയിൽ ചലിപ്പിക്കാൻ വേണ്ടി ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മളിൽ കാണേണ്ടത്. പിന്നെ അതിൽ പറഞ്ഞ വേറൊരു സാധനം കൂടിയുണ്ട്. അതായത് ഈ വി ഡി സതീശനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്നു. വി ഡി സതീശൻ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് വരുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. അത് ഒരു പരിധിവരെ ശരിയല്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ നടന്ന ചില പ്രകടനങ്ങളും പ്രതിഷേധ റാലികളൊക്കെ അത് വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ടാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. അറിയാതെ ഞാൻ പറഞ്ഞില്ല. വി ഡി സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വി ഡി സതീശനിലൂടെ ഞങ്ങൾക്ക് ഈ കാര്യം സാധിച്ചെടുക്കാം എന്ന്, അല്ലെങ്കിൽ വി ഡി സതീശനെ ഏതെങ്കിലും ഒരു ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു ബിസിനസ് സിൻഡിക്കേറ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നില്ല വി ഡി സതീശനത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഇളക്കി വിട്ടുകൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിച്ചു. വി ഡി സതീശൻ സെക്യുലർ ആണ്, നമ്മൾ അതിനകത്ത് എതിര് പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ഒരു അബദ്ധമുണ്ട്. ആ അബദ്ധത്തെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞു. അതാരെങ്കിലും ചിലപ്പോൾ അങ്ങനെ ആ തരത്തിൽ ഓപ്പറേഷൻസ് നടത്തിയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ എന്തായാലും കേരളത്തിന് ഒരു വി ഡി സതീശൻ കേരളത്തിന് വേണ്ടാത്തയാളോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട ആളോ ഒന്നുമല്ല. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് തന്നെ നിൽക്കേണ്ട ആളാണ്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വളരെ സജീവമായിട്ട് നിൽക്കേണ്ട ആളാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് നല്ല സ്വീകാര്യതയുള്ള നേതാവ് തന്നെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് വി ഡി സതീശനെ നമ്മൾ ഒരു അൺസെക്യുലർ ആയിട്ടോ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് എവിടെയോ പറ്റിയിരിക്കുന്ന ഒരു അബദ്ധമുണ്ട്. അത് തിരുത്താൻ തയ്യാറാണ്. അത് ശരിക്കും ഞാൻ ഒറ്റ കാര്യം പറയാം. അതൊന്നും എല്ലാ നേതാക്കന്മാരും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫ്ലക്സ് കയറിയ വിഷയങ്ങളൊക്കെ ചാണ്ടിയപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഒരു കോൺഗ്രസ്സുകാരനും കയറില്ല എന്നുള്ളത്. അതിലൊക്കെ ചില ആളുകളൊക്കെ കോൺഗ്രസിന്റെ ത്രിവർണ്ണ കൊടി പിടിച്ചേക്കുന്ന ഒരുത്തനാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പറയട്ടെ, AI കാലഘട്ടം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളതാണ്. അന്ന് AK ആന്റണിയുടെ ഫോട്ടോയിൽ ഒരാൾ പോലും തൊട്ടിട്ടില്ല. കെ കരുണാകരന്റെ ഫോട്ടോയിൽ ഒരാൾ പോലും ഈ ഒരു ഫ്ലക്സ് രാഷ്ട്രീയം വേണ്ടെന്ന് അന്ന് ഉണ്ടല്ലോ. മറ്റേ തുണിയിൽ വേണമെങ്കിൽ അടിച്ചു വെക്കാം. അതോടൊപ്പം തന്നെ എന്താ പറയുക, നമ്മളുടെ ചെറിയ മറ്റേ ഈ മതിലേൽ എഴുതി വെക്കാറുണ്ട്. അതുകൂടാണ്ട് മറ്റേ പോസ്റ്ററുകൾ അടിക്കാറുണ്ട്. ഇതിലൊന്നും ആരും ഒന്നും തൊടാറില്ല. ഞാനിതിൽ ഒരു ഒറ്റ കാണുന്നു, ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ ഞാനിതിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞുകൊണ്ടല്ല ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ആവണം എന്നുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവ് UDF എന്ന് മാത്രമാണ്. അതുകൊണ്ട് UDF മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇതിൽ ഈ മറ്റ് വർഗീയത കാണേണ്ടതില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി മതപരമായ ഒരു പിന്നെ ഏതെങ്കിലും ശക്തികൾ ഇതിൽ പിന്നെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ എന്തായാലും മുഖ്യ വേഷത്തിലെ അല്ല മുഖ്യ ഇതിലേക്ക് വരട്ടെ, KPCC അധ്യക്ഷനായി വരട്ടെ. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരെ മാറാൻ സാധ്യത. അതിനൊക്കെ കെൽപ്പുള്ള ആള് തന്നെയാണ് ഷാഫി പറമ്പിൽ. മറ്റാരും അദ്ദേഹത്തിന് ചതിച്ചില്ലെങ്കിൽ.